ഈ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കെ പത്മജിയുടെ തീരുമാനം തീർച്ചയായും വലിയ ഞെട്ടൽ തന്നെയാണ് കോൺഗ്രസിന് ഉണ്ടാക്കിയിരുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ അത് വലിയ തോതിൽ തന്നെ ഒരു ആശങ്ക ഉണ്ടാക്കിയ സാഹചര്യം തന്നെയാണ് കോൺഗ്രസിനുള്ളിലുള്ളത്. കാരണം ഇത്തരത്തിലൊരു നീക്കം നേതാക്കൾ ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്പസമയം മുൻപ് ഇവിടെ നേതാക്കളുടെ എല്ലാം സാന്നിധ്യത്തിൽ യോഗം ചേർന്നിരുന്നു. ഇത് എങ്ങനെ ഈ വിഷയത്തെ മറികടക്കാമെന്ന കാര്യത്തിൽ ആലോചനകൾ നടന്നു. സ്വാഭാവികമായിട്ടും ഇലക്ഷനിൽ ഇത് ചർച്ചയാകും. പക്ഷേ അതിൽ കൂടുതൽ രാഷ്ട്രീയമായിട്ടുള്ളൊരു കാരണമായിട്ട് തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക, അവരുടെ രാഷ്ട്രീയ തീരുമാനമാണ് അത് എന്നത് അതിൽ പ്രചരിപ്പിക്കുക എന്നൊക്കെ ഉള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ എത്രമാത്രം അതൊക്കെ ഫലപ്രദമാകും, നടപ്പിലാകും എന്ന കാര്യമാണ് നമ്മൾ കണ്ടറിയേണ്ടത്. എന്നോടൊപ്പം ശ്രീ TV ചന്ദ്രമോഹൻ ചേരുന്നുണ്ട്. അദ്ദേഹം മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം കെ കരുണാകരനുമായി വളരെ അടുപ്പമുള്ള, കുടുംബവുമായി വളരെ അടുപ്പമുള്ള നേതാവാണ്. അദ്ദേഹത്തോട് എങ്ങനെയാണ് പത്മജിയുടെ തീരുമാനത്തെ അങ്ങ് കാണുന്നത്? ഞാൻ തീരുമാനം യഥാർത്ഥത്തിൽ ഇന്നലെ ന്യൂസ് 18-ലാണ് ഇതിനെക്കുറിച്ചൊരു പ്രാരംഭ ഇത് വന്നത്. ഇന്ന് കെ മുരളീധരൻ, അവരുടെ സ്വന്തം സഹോദരനും ഞങ്ങളുടെയൊക്കെ നേതാവുമായ ശ്രീ മുരളീധരൻ്റെ ചില കമൻസ് വന്നു. അപ്പോഴാണ് കുറച്ചുകൂടി ഗൗരവത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലായത്. ഇവിടെ ഇന്ന് DCC-യിൽ ഞങ്ങളുടെ എല്ലാ ലീഡേഴ്സും കൂടി അത് ഇതിനെ മറികടക്കാനോ അല്ലെങ്കിൽ ഇത് വലിയ സംഭവമായിട്ട് മറികടക്കാനുള്ള ഒന്നല്ല. ഞങ്ങൾ 2 ദിവസം മുമ്പ് ആലോചിച്ച മീറ്റിംഗാണ്. കാരണം തൃശ്ശൂർ പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ ഒരു മീറ്റിംഗ് ഇന്ന് വെക്കണം തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ യോഗം ചേർന്നു. അതിലൊരു നിങ്ങളവിടെ വന്നിട്ടുണ്ടോന്നറിയാം, വലിയ പരാമർശങ്ങളൊന്നും അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പത്മജിയുടെ മാറ്റം വലിയ തിരിച്ചടി ഉണ്ടാക്കുമോ തൃശ്ശൂർ? തിരിച്ചടിയൊന്നും പറയാൻ പറ്റില്ല. കാരണം അവർ ഫുൾ ടൈം തൃശ്ശൂരിലൊരു പ്രവർത്തകയായിരുന്നില്ല, സ്ഥാനാർത്ഥിയായി നിന്നു. ലീഡറുടെ മകൾ. അപ്പം ഞാൻ തന്നെ അവരെടുക്കുന്ന തീരുമാനത്തിന് നോക്കിയിട്ടില്ല. എനിക്ക് 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആ കുടുംബമായിട്ടുള്ള ബന്ധമാണ്. MLA ആയിരുന്നപ്പോഴും ഗുരുവായൂർ ദേവസ്വം ചെയർമാനായിരുന്നപ്പോഴൊക്കെ എൻ്റെ വീട് പോലെയാണ് ഞാൻ വീട് കരുതിയിരുന്നത്. അപ്പോൾ വ്യക്തിപരമായി മുരളീധരനോടും അവരോടും ഒക്കെയുള്ള ഒരു സ്നേഹബന്ധമാണ് എന്നെ അലട്ടുന്ന, അല്ലെങ്കിൽ എനിക്കൊരു ടെൻഷൻ ഉണ്ടാക്കുന്ന പ്രശ്നം. അല്ലാതെ അവർ ഇപ്പം മാറിയതുകൊണ്ട് ആകെ പ്രശ്നമായി എന്നല്ല ഉള്ളതല്ല. നമ്മൾ സുരേഷ് ഗോപിയായിട്ടും സുനിൽകുമാറുമായിട്ടൊക്കെ ഇതേ ബന്ധങ്ങളുണ്ട്. പക്ഷേ ഇവരെടുത്ത തീരുമാനം, പെട്ടെന്നെടുത്ത തീരുമാനം, അത് നമ്മൾ അപ്രതീക്ഷിതമായി എടുത്ത തീരുമാനം, ഒട്ടും നമുക്ക് ഇപ്പം സംഭവിക്കും എന്ന് കരുതാത്തൊരു തീരുമാനം വരുമ്പോൾ, നമ്മുടെ ഏറ്റവും അടുപ്പമുള്ള ഒരാളിൽ നിന്ന് അങ്ങനത്തെ ചില കമൻസ് വരുമ്പോൾ അത്ഭുതം തോന്നും. കാരണം ഇതിനു മുമ്പുള്ള അവരെ വാട്സാപ്പ് പേജ് കഴിഞ്ഞ ഒരു മാസത്തെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം. അവർക്ക് BJPയെ കുറിച്ചുള്ള മുഖ്യമന്ത്രി മോഡിയെ കുറിച്ചുള്ള അഭിപ്രായം. ഇപ്പം 3 ദിവസം മുമ്പ് തൃശ്ശൂർ പാർലമെന്റിലെ തൃശ്ശൂർ അയ്യന്തോൾ ദേശത്തൊരു പൊതുയോഗം ഉണ്ടായിരുന്നു. ആ പൊതുയോഗത്തിൽ അവർ പ്രസംഗിച്ചത് കൈപ്പത്തി ചിഹ്നം എൻ്റെ അച്ഛനും എൻ്റെ പിതാവും ഇന്ദിരാഗാന്ധിയും കൂടി ചേർന്ന് സെലക്ട് ചെയ്ത ഒരു ചിഹ്നമാണ്. ആ ചിഹ്നത്തിൽ നിന്ന് വിട്ട് നിങ്ങൾ ഒരു വോട്ടും ചെയ്യരുത്, പ്രതാപനെ വിജയിപ്പിക്കുകയും വേണം. പിന്നെ ഞാൻ പറഞ്ഞു 3 ദിവസമായിട്ടുള്ളൂ തോന്നുന്നു. 3 ദിവസമായിട്ടുണ്ട്. പിന്നെ പറഞ്ഞു താമരയ്ക്ക് വോട്ട് ചെയ്യാനാണ് ഇപ്പോൾ. അല്ല, അതുകൊണ്ട് നമുക്ക് അവർ വോട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് എത്ര ആൾ വോട്ട് ചെയ്യും തൃശ്ശൂർ എന്നുള്ളതല്ല. നമുക്ക് ആ കുടുംബ ബന്ധങ്ങൾ, വ്യക്തിപരമായ ബന്ധങ്ങൾ, പാർട്ടിയിൽ നിന്ന് ഒരാളെങ്കിലും ഈ സമയത്ത് പാർട്ടിയിൽ നിന്ന് പോകുന്നത് ദുഃഖകരമല്ലേ, വിഷമമുള്ളതല്ലേ. അവരോട് പരിചയമുള്ളവരുണ്ടാവും, പിന്നെ വേറെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് പാർട്ടിയിൽ നിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ടാവും. അങ്ങനെ ചില പ്രശ്നങ്ങളാണ് ഇതിലുള്ളത്. അല്ലാതെ എന്താണ് പാർട്ടിയിൽ വലിയ പ്രശ്നമുണ്ട്, പ്രതിസന്ധി ഉണ്ടാവും, അതിനെ മറികടക്കണം എങ്ങനെയാണെന്നുള്ള ആലോചനയും അങ്ങനെയൊന്നും ഇല്ല. നിർഭാഗ്യകരമായ സംഭവമാണ്. എങ്ങനെയാണ് പത്മജ പ്രചരണത്തിൽ ഇറങ്ങുകയാണെങ്കിൽ പ്രതിരോധിക്കും? ഞങ്ങൾ ഇപ്പോൾ തന്നെ ഉള്ള ഇപ്പോഴത്തെ MP തന്നെയാണല്ലോ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അനൗൺസ് ചെയ്തില്ലെങ്കിലും ഇപ്പോഴുള്ള MP തന്നെയാണ്. അദ്ദേഹം നേരത്തെ പ്രചരണം ആരംഭിച്ചു. ആ പ്രചരണം തുടർന്ന് പോകാന്നല്ലാതെ അതിനടുക്ക് പത്മജയുടെ മറ്റൊരു തിരിച്ചടിയാവില്ലേ? കാരണം 2 തവണ തൃശ്ശൂരിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ച ആളാണ്. കരുണാകരന്റെ മകളാണ്. കോൺഗ്രസിന്റെ വലിയ പാരമ്പര്യമുള്ളവരാണ്. അത്തരത്തിലുള്ള ആള് BJPക്ക് വലിയ തിരിച്ചടിയല്ലേ പ്രചരണം? അല്ല, അത് സന്തോഷകരമായ ഒരു വാർത്തയല്ല. ഞാൻ പറയുന്നത് അവര് തൃശ്ശൂരിൽ നിൽക്കുമ്പോൾ ഞങ്ങളൊക്കെ എവിടെയാണ് വർക്ക് ചെയ്തത്. ഇപ്പോൾ അവർ പരാതി പറയുന്ന തൃശ്ശൂരിലെ അന്നത്തെ ഇലക്ഷന്റെ വർക്കിനെ സംബന്ധിച്ചാണ്. ഈ പാർട്ടി BJPയോടെയാണ് കിടക്കുന്നത്. ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു പാർട്ടിയിലെ പ്രധാനമന്ത്രിയായിട്ടുള്ളതും ആ പാർട്ടിയുടെ പ്രവർത്തന ശൈലിയായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്ക് ഇത്ര ചെറിയ മിനിറ്റ് കൊണ്ട് മറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് അതിനെ എതിർക്കാനും പറ്റും, അതിനെ നേരിടാനും പറ്റും എന്നുള്ള യാതൊരു പ്രശ്നമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തീരുമാനം പിന്മാറുന്ന എപ്പോഴെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇതിപ്പോൾ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് കണ്ടില്ല. അവരുടെ ഫോണിലും എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടിയാകില്ല എന്ന ഉറച്ച വിശ്വാസം. തിരിച്ചടിയല്ല, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ആരായാലും
നമ്മുടെ പാർട്ടിയിലെ ഒരു മണ്ഡലം എനിക്ക് വ്യക്തിപരമായി, എല്ലാവർക്കും കുടുംബ ബന്ധമൊന്നുമില്ല, എനിക്ക് വ്യക്തിപരമായ ആ കുടുംബത്തോടുള്ള ഒരു ബന്ധമുണ്ട്. ഒരു 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ബന്ധമാണ്. ഞാൻ ആദ്യം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയവർക്ക് ഞാൻ ലീഡറെ കാണുന്ന ആളാണ്. ആ വീട്ടിൽ പോകുന്ന കല്യാണിക്കുട്ടിയമ്മയുടെ മരണശേഷം എല്ലാ ചടങ്ങും നമ്മളെ വീട്ടിലെ ചടങ്ങ് പോലെയാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, മാനസിക പ്രയാസം മുരളീധരനുള്ളതുപോലെ തന്നെ എനിക്ക് പ്രയാസം. പക്ഷേ പുള്ളിയുടെ രാഷ്ട്രീയം കുറച്ച് ഉയർന്ന തലത്തിലാണ്. അദ്ദേഹം സ്ഥാനാർത്ഥി കൂടിയാണ്. അപ്പോൾ അദ്ദേഹം വളരെ ശ്രദ്ധിക്കണം കാര്യങ്ങളൊക്കെ. കരുണാകരൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരുമായിരുന്നില്ല എന്ന് പറയും. ഇല്ല, അതുണ്ടാവില്ല. കരുണാകരൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ ഇവർ രണ്ടുപേരും രാഷ്ട്രീയത്തിൽ വരുന്നത് ഇഷ്ടപ്പെട്ടിരുന്നോ എന്ന് എനിക്കറിയില്ല. ഞാൻ തൃശ്ശൂർ സജീവമാകുമ്പോൾ ഇവർ രണ്ടുപേരും രാഷ്ട്രീയത്തിൽ ഇല്ല. അതിനുശേഷമാണ് ഇവരൊക്കെ വന്നത്. അതിന് പല കാരണങ്ങളും ഉണ്ടായി. കരുണാകരന് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങൾ വന്നു. നമ്മളെ പോലെയുള്ള കുറേ ചെറിയ ആളുകളെ വെച്ചുകൊണ്ട് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കുട്ടികളായാൽ ഇതൊക്കെ നടത്തിക്കോളൂന്ന് ആലോചിച്ചിട്ടുണ്ടാവും അദ്ദേഹം. അത് മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ അത് വളർന്നു പലരുടെയും സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെ വളർത്തി. സമയമാണ് ശരിക്കും സമയം ശരിയാണ്. ഇത് ഈ ഇലക്ഷന്റെ ടൈമാകുമ്പോൾ നിങ്ങൾ തന്നെ എത്ര സെൻസിറ്റീവായിട്ടാണ് ഇപ്പോൾ എൻ്റെ തന്നെ റെക്കോർഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് വളരെ സെൻസിറ്റീവായിട്ടാണ് ചാനലുകളും എല്ലാം നിൽക്കുന്നത്. അപ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും ആളുകൾ ശ്രദ്ധിക്കും, ആളുകൾ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യും. അങ്ങനെ നിലയ്ക്ക് നോക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും തീർച്ചയായിട്ടും നിരാശയുണ്ട്, വിഷമമുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ പ്രതീക്ഷിക്കാം. ഇതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടും, അതിനെ പ്രതിരോധിക്കുമെന്നാണ് ടി.വി. ചന്ദ്രമോഹൻ പങ്കുവയ്ക്കുന്നത്.